ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മേഘനും തുലുമയും കാണാൻ പോകുന്നത്. ഹായ് തുലുമ, ഒരാഴ്ച എവിടെ ഇരുന്നത്? ഓ, ഇതിനപ്പൊ എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? നല്ല രസമുണ്ട് ഇത്. കറക്റ്റാ. ഇത്തപ്പെട്ട് അയ്യോ നല്ല രസമുണ്ട് കേട്ടോ ഇത്. അയ്യോ അത് ചിരിക്കുന്നൊക്കെ. ഹേ ഗായ്സ്, അങ്ങനെ ഒരാഴ്ച ഒരു തണ്ടി ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഞാൻ എന്താ ഇന്ന് ട്രിവാൻഡ്രം എത്തി. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഒരാഴ്ച വീട്ടിൽ നിന്ന് പോയി. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് മൂന്നാർ. അപ്പോൾ എല്ലാ ക്രിക്കറ്റ് കളിയും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. ഞാനിങ്ങനെ ഒരാഴ്ചയൊക്കെ വിട്ട് നിൽക്കുന്ന സമയത്ത് മേഘയുടെ വീട്ടിൽ പോവും, മേഘയും തുലുമയും കൂടി. അപ്പോൾ അവിടെയാണ് ഇപ്പം ഇന്ന് അവരെ പോയി വിളിക്കണം. കാരണം ഈ ഒരു അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ വീഡിയോ കോളിൽ കൂടെയാണല്ലോ നമ്മൾ കൊച്ചിനെ കാണുന്നതൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ അവള് ഭയങ്കര ചിരിയൊക്കെയാണ് എന്നെ കാണുമ്പോൾ. അപ്പോൾ അത് കാണാൻ മനസ്സിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചത്തെ ക്രിക്കറ്റ് കളിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സമാധാനം, ഒരു ക്രിക്കറ്റ് കളിച്ചു എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലെതർ ബോളിൽ തന്നെ കളിക്കണം. പക്ഷെ ഞാനൊരു ടെന്നീസ് ബോൾ പ്ലെയർ ആണ്, ഇപ്പം ലെതർ ബോളിൽ കളി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഈ ലെതർ ബോളിൽ കളിക്കുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം എല്ലാം അവിടെ എല്ലാം യുദ്ധവും കാര്യങ്ങളും നടക്കുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. എനിക്ക് മനസ്സിലാവാത്ത അവരവരുടെ രാജ്യങ്ങൾ നോക്കി സന്തോഷത്തോടെ നടക്കേണ്ട ആൾക്കാർ തമ്മിൽ എന്തിനാണ് വേറെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമൊക്കെ ഉണ്ടാക്കി സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നു. ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഒരു വിഷമമുണ്ട്. അവരൊരു രാജ്യങ്ങൾ നോക്കി അവിടെ ഒരു സമാധാനമായിട്ട് അവരൊക്കെ രാജ്യങ്ങൾ ഡെവലപ്പായി അങ്ങ് പോകാൻ നോക്കാം. കണ്ടവൻ്റെ രാജ്യത്ത് ഇറങ്ങുന്ന സാമാനങ്ങളൊക്കെ എടുക്കാനായിട്ടൊക്കെ നോക്കണം. എന്തിനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അവനൊക്കെ തലയ്ക്കകത്ത് ഇത്തിരി താമസം വേണം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മേഘനും തുലുമയും കാണാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഇത്ര ദിവസം മാറി നിൽക്കണില്ല. അപ്പോൾ കലിപ്പുണ്ടാതിരിക്കണമെങ്കിൽ മേഘയും കുഞ്ഞിനും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരെയും പിക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോയതിന് ശേഷം അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ നേരെ പോയി മേഘനും കൊച്ചിനും വിളിച്ചിട്ട് വരാം. ഹായ് തുലുമ, ഒരാഴ്ച എവിടെ ഇരുന്നത്? അച്ഛനല്ലേ? ഹായ് മേഘമ്മ, ഹായ് മേഘയുടെ അമ്മ. വീട്ടിൽ പോവാ വീട്ടിൽ പോണ്ട. വീട്ടിൽ പോവാൻ തുലുമ. പാക്ക് ചെയ്തോ? സാധനങ്ങൾ പാക്ക് ചെയ്തോ? ഇപ്പൊ എണീറ്റേ ഉള്ളോ? 10 മണിക്ക് ഞാൻ എണീറ്റേ ബെഡിൽ 12 കിടന്നുറങ്ങി. അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ സുഖമായിട്ട് കൈകുത്തി ഇരുന്നൊക്കെ അറിഞ്ഞ് ഇങ്ങനെ കുത്തിയിരുന്ന് ഇത് വെച്ച് ഇതുവരെ. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം തുലുമയെ കട്ടിക്കാൻ. ഹായ് ഗൈസ്, അല്ലേ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഹായ് തുലു, പോവാടി. അയ്യോ, ക്യാമറ ഉണ്ടാകില്ലേ നോക്കുള്ളൂ. അപ്പച്ചന്റെ ടാറ്റ പറഞ്ഞിട്ട് വാ. അപ്പൂപ്പന്റെ അടുത്ത് മൊബൈലിലാണ് നോട്ടം താഴോട്ട്. എല്ലാരും മൊബൈലിൽ നോക്കും. കണ്ണി നോക്കണി പോവാൻ തുലുമ. കണ്ട ക്യാമറയെ നോക്കോളെ. നീ ഞാനാണ് ഇവിടെ ക്യാമറ നോക്കും. കൊച്ചിന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് ടാറ്റ പോയിട്ട് വരാം. പോവാണേ, ടാറ്റ. തുലുമെത്തിയിരിക്കുകയാണ്. തുല വരും. അച്ഛനെ കിട്ടിയ ട്രോഫി ഉണ്ടോ? അതൊക്കെ അച്ഛനെ കിട്ടിയതാ. തുലുമ എന്നാ ഇതുപോലെയൊക്കെ ഒരെണ്ണം വാങ്ങുന്നേ? ട്രോഫി ഉണ്ടേ? എന്റെ കൊച്ചിനെ ഇതാണ് അച്ഛനെ കിട്ടിയതാ. അവൾക്ക് വേണം. ചെറുതേരം. ഇത് 4 എണ്ണം ടൂർണമെന്റ് കളിച്ചപ്പോൾ കിട്ടിയാണ് കേട്ടോ. തുലുമ മാൻ ഓഫ് ദി മാച്ച് വിളിച്ചോ. മാൻ ഓഫ് ദി മാച്ച് തുലുമ. അതെന്താ നോക്കുക? അത് മാൻ ഓഫ് ദി മാച്ച്. ഓ അത് ഇങ്ങോട്ട് വായിൽ വയ്ക്കാനാണ്. എൻ്റെ ട്രോഫി ഉണ്ട്. എൻ്റെ അത് MVP മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ടൂർണമെന്റിൽ. ഇനി തുലുമയ്ക്കും മേക്കും
ഒരു ഗിഫ്റ്റ് ഉണ്ട്. സർപ്രൈസ്. തുലുമ സർപ്രൈസ് ആണോ? കാത് കുത്തണം. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് തുലുമയുടെ കാത് കുത്തലാണ്. അതിനൊരു ഡ്രസ്സൊക്കെ ഞാൻ പണിയിക്കാൻ കൊടുത്തിരിക്കുക തുലുമയ്ക്ക്. ഓ, ഇതിനപ്പൊ എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? ഇതിനൊരു 30 വർഷത്തെ പഴക്കമുണ്ട്. 30 വർഷം? ആ, ശരിയാണ്. പിന്നെ ഞാൻ സിർലാ കുടിക്കണ പിന്നെ എത്ര ആയാല്? ഇപ്പൊ 6 മാസത്തില് കുടിച്ച് 30 വർഷം. 30 വർഷം. 31 വയസ്സ് ഒക്ടോബറിലാവല്ലേ. ഇപ്പൊ ഈ സമയം അത് കുഴപ്പമില്ല. ഏജ് അതിനിപ്പോ എന്ത്, മനുഷ്യനാകുമ്പോ ഏജ് കൂടും. നീ എന്നും ഇങ്ങനെ ഇരിക്കുവോ? എനിക്ക് 26 വയസ്സാകുമ്പോൾ തുലുമ, ഇത് അച്ഛൻ സിർലാ കുടിച്ച പാത്ര, മനസ്സിലായോ? ആണ്ടാ, ആ കഴിച്ചു. അതേടാ, അത് നിനക്ക് സ്വന്തം. ഇനി തൊട്ട് നീ ഇതിൽ സിർലാ കുടിച്ചോ. ആ, അത് കൂടെ എടുത്ത് ഇതിങ്ങനെ വെച്ചാൽ തുലുമയുടെ തലയായി. ഇന്ന് ആദ്യമായിട്ടാണല്ലേ സിർലാ കുടിക്കുന്നത്? ഞാൻ കുടിക്കുക, ഞാൻ ഇപ്പോഴും കുടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ആണ് സിർലാക്ക്. കുറച്ചുകൂടെ വെള്ളം ചേരും. എന്തോ കമ്മലോ തുലുമ, അമ്മയുടെ കമ്മൽ പിടിക്കണ തുലുമ. നാളെ 2 ദിവസം കഴിഞ്ഞ് തുലുമയുടെ കമ്മലടിക്കും. കാത് കുത്താലോ നമുക്ക്? അങ്ങോട്ട് വാ, അങ്ങോട്ട് തുറന്ന് അങ്ങനെ വെച്ചു. എന്നുണ്ട് സിർലാക്ക്? കൊള്ളാമോ? എടാ അമ്മമ്മ ഒരിത്തപ്പുരും കൂടി. തുലുമ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സിർലാക്ക് കുടിക്കുന്നത്. റാഗി മറ്റേതുണ്ടല്ലോ, കുഴവും ഏത്തയ്ക്കാപ്പൊടി. ഗായ്സ്, ഇതൊക്കെ എനിക്ക് ക്രിക്കറ്റ് കളി കിട്ടിയ ട്രോഫീസാണ് ഇരിക്കുന്നതെല്ലാം. ഇപ്പോൾ ആ 4 കൂടി വയ്ക്കാൻ സ്പേസ് ഇല്ല. ഇത് കൂടുതലും ടെന്നീസ് ബോളിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇരിക്കുന്ന ആ വലുത് ലെതർ ബോളിന് കിട്ടിയതാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന 4 ഇനി വയ്ക്കാൻ സ്പേസ് ഇല്ല. പിന്നെ ഒരു ECLൻ്റെ ട്രോഫി ഇവിടെ ഉണ്ട് കേട്ടോ. ECLൻ്റെ ഇത് കിടിലൻ ട്രോഫി. എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഏറ്റവും ഇത് ECLന് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയതാണ് കഴിഞ്ഞ വർഷം. കിടിലൻ ട്രോഫിയാണ് ഇത്. ഇനി നമ്മൾ വാങ്ങിക്കും ക്രിക്കറ്റ് കളിയിലൂടെ. വേറെ ഒന്നിനും എനിക്ക് അങ്ങനെ ട്രോഫി ഒന്നും കിട്ടാറില്ല. ഇത് ലോക്ക്ഡൗൺ ടൈം കഴിഞ്ഞതിന് ശേഷം കളിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ കിട്ടിയതാണ് കേട്ടോ. ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാ ഈ ഒരു മിററാണ്. മിററും ഈ ഒരു ചെയറും വീഡിയോ ചെയ്യാനായിട്ട്. ഇത് കൊള്ളാല്ലേ ഈ ചെയറ്? ആ, നിന്റെ ജ്വല്ലറീസിൻ്റെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉദ്ഘാടനം. ടോക്കിയൊക്കെ വന്ന് ഇനി മോൻ നോക്കിയുള്ളൂ. ടോക്കിയോ, നമുക്ക് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് എടുക്കാം. അപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. ടോക്കിയോ, ആ ഇനി അടുത്ത് മേഘയുടെ അടുത്ത് ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. ഇത് മേക്ക് സോൾഡ് സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ച കുറച്ച് ഡ്രസ്സാണ്. ട്രയൽ ചെയ്തൊക്കെ എനിക്കറിയത്തില്ല ഇത് കണക്കാവും എന്നുള്ളത്. കുറച്ച് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം. യെസ്, ആ എല്ലാം വെറൈറ്റി സാധനങ്ങളാണ് മേടിച്ചോണ്ട് വന്ന. ഇത് ജസ്റ്റ് അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മുക്കി വെച്ച് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കളറ് മങ്ങിപ്പോവും. അതിനുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെടും. വേറെ ഏത് നോക്ക്. പിന്നെ ഒരു ജീൻസ് ബ്ലാക്ക്, അത് കിടിലം ഫിറ്റ്. അത് ബാഗി. പിന്നെ ഇതിൻ്റെ ഈ ഒരു പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. ഇത് നല്ല മണമുള്ള, അത് നിനക്കല്ലേ എനിക്കാ മേടിച്ചത്. അയ്യോ, അപ്പൊ എനിക്കല്ലേ ഇത്? 2 പേർക്ക് അടിക്കാമല്ലോ. പിന്നെ ഞാൻ തൂലുമ്മയ്ക്ക് കുറച്ച്, ഞാൻ സത്യം പറഞ്ഞ പെൺകുട്ടികൾക്ക് അങ്ങനെ സാധനങ്ങൾ ഇതുവരെ ലൈഫിൽ മേടിച്ചിട്ടില്ല. അല്ല, മേഗ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്, കൊച്ചു പിള്ളേർക്കൊന്നും മേടിച്ചിട്ടില്ല. അപ്പം എനിക്ക് അവിടെ ഒരു കൊറിയൻ ഷോപ്പ് ഉണ്ട് കേട്ടോ എറണാകുളത്ത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ ഒരു റീല് കണ്ടിട്ട് പോയി മേടിച്ചതാണ്. കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ കുറേ പൂക്കി ഐറ്റംസ്. തൂലുമ്മയ്ക്ക് പെൺകുട്ടിയൊക്കെ ഇത് ഇങ്ങനത്തെ സാധനം തലയിൽ വയ്ക്കുന്നതൊക്കെ നല്ല രസമാണ്. ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ മേടിക്കുന്നത്. എൻ്റെ ഈ കോസ്റ്റ്യൂം ഉള്ളതല്ലേ, അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവിടെ പോയി. അപ്പോൾ ഇത് കറക്റ്റ് ആവുമായിരിക്കും അല്ലേ? ഇപ്പം കറക്റ്റായിരിക്കും. വേറെ ചെയ്ത് കാണിക്കാൻ കേട്ടോ, നല്ല രസമായിരിക്കും. എല്ലാ തൂലുമ്മയ്ക്ക് ഭയങ്കര രസമുള്ള. നിനക്ക് യെല്ലോ ഏതാ? ഇതൊക്കെ കൊറിയൻ സാധനം, കൊറിയ ഐറ്റംസാണ് ഞാൻ മേടിച്ചോണ്ടുവന്നത്. എറണാകുളത്ത് നിന്ന് കൊറിയ ഐറ്റം മേടിച്ചോണ്ടുവന്നല്ലേ ഞാൻ. 2, 3, 4 രസമുണ്ടല്ലേ? അതെനിക്ക് കണ്ടപ്പോഴെനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ മേടിച്ച നമുക്ക് തൂലുമ്മയ്ക്ക് ഇതൊക്കെ എത്ര കണക്കാവും നമുക്ക് നോക്കാം. മേഘ സ്റ്റാർട്ട് ചെയ്യപ്പോൾ വേറെ കൊള്ളാമല്ലേ? ബാഗി പാൻസ് കൊള്ളാം. എനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ചല്ലേ ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെ ചേരും. എന്തോ ഹലോ കിറ്റി അല്ലേ? കളർ അടിപൊളിയല്ലേ? എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. ആ വൈറ്റ് ഇട്ടോ, വൈറ്റ് നൈസ് ആയിരിക്കും ചിലപ്പോൾ. ഇതെന്താ ചായക്കറയാക്കും? എന്ത് കറയാക്കും ഇതില്?
യെസ്. കളർ ചെക്ക് സാധനം ഇല്ല. എൻ്റെ സെലക്ഷൻ വേറെ ലെവലിൽ. അടിപൊളിയല്ലേ? ഞാൻ ഇരിക്കുന്നത് ഇത് മാത്രം ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര സെലക്ഷനാണ്. ഇതെപ്പടി? ഇത് രണ്ടും ഒരു ഫ്രീ സൈസ് സാധനമാണ്. അയ്യോ, നീയും കർട്ടനും ഒരേ കളർ ഇരിക്കുന്നു. കൊള്ളാല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചതല്ലേ ഈ ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെ പോവും. ഇങ്ങോട്ടൊരു പോസ് തന്നെ. യെസ്, കൊള്ളാം. അപ്പോൾ അത് കിടിലോ അല്ലേ? ഇത് ഇതാ എന്തോ സൈസ് 5 സ്ലീവ് കണക്കുള്ള. അത് കാർട്ടൂൺ തന്നെയാണ്. മേഘയുടേതായിട്ടുള്ളൊരു സ്റ്റൈല് ചെയ്യാണ്. മര്യാദയ്ക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേ. ടീഷർട്ട് കുറച്ച് ബാക്കിലോട്ട് പിടിച്ചിട്ട് കുറച്ച് ബെറ്റർ. അങ്ങനെ വെച്ചാൽ ഇങ്ങോട്ട് മുകളിലോട്ട്. യെസ്, കൊള്ളാം. ഇത് അടിപൊളി. ഇത് ഭയങ്കര ഒരു വേറൊരു ലുക്കല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭയങ്കരമായിട്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ വേണം മേടിച്ചിടാൻ. സെറ്റ്. ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്ത ആഴ്ച ഇനി ക്രിക്കറ്റ് കളിയുണ്ട്. എന്നെ വീട്ടണേ. എന്നാ ഇതുപോലത്തേക്ക് സാധനങ്ങൾ മേടിച്ചെടുത്തേ. പോയിട്ട് ഓരോ വട്ടം ഇത്രയും ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഓരോ വട്ടമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിങ്ക്, മറ്റേ പിങ്കും. എനിക്ക് പിങ്ക് കളർ കാണുമ്പോൾ എനിക്കൊരു ഇതാണ്. പിങ്കും മറ്റേ പിങ്കും മറ്റേതും അല്ലെ ഇതും അല്ല ഇതല്ല മറ്റേത്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു നല്ല ലുക്കുണ്ട് സാധനം. അടുത്ത തൂലുമ്മയുടെ കോസ്റ്റ്യൂംസ് ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് ശകലൊന്നുമല്ല, ശകലം ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ ഇടാൻ പറ്റുമായിരിക്കും അല്ലേ മേഘു? പക്ഷേ കൊള്ളാം, തുരുമ്മയ്ക്ക് നല്ല രസം. പക്ഷേ പിടിച്ച് മൊത്തം കാണിച്ച ഫ്രണ്ട് ഇത് കറക്റ്റ് മഞ്ഞയല്ല കേട്ടോ, ഓറഞ്ച് ആയിരുന്നു. അല്ല, ഇത് മഞ്ഞയുടെ ഒരു വേറൊരു ടൈപ്പ് കളർ അല്ലേ? വേറെ മഞ്ഞ. പക്ഷെ തലയിൽ വെച്ചത് ഇത് പക്ഷേ ഇത് വേറെ മഞ്ഞയാണ്. തൂലുമ്മ ഒരു ആണിന് കണക്ക് 2 ദിവസം കാതുകുത്തി കഴിയുമ്പോഴത് പെണ്ണാവുള്ളൂ. അതെ അല്ലേ തൂലുമ്മ? ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ട്. പാഷൻ കൊള്ളാം തൂലുമ്മയുടെ പാഷൻ. കൊള്ളാം കൊള്ളാം. ഇത് ഏതോ ഒരു ആണിന് പെൺകൊച്ചിന്റെ ഡ്രസ് ഇട്ടാണ് ഹായ്. സൺഫ്ലവർ ആണോ ഇത്? സൺഫ്ലവർ ആണോ? ആ, യോഗയൊക്കെ പഠിക്കുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെ ഇപ്പൊ. അടുത്ത കോസ്റ്റ്യൂം ഇട്ടോക്കാം. ഇത് ഒരു ഇച്ചിരി വലുതായി പോയേട്ടാ. കുഴപ്പമില്ല, 2 മാസം കഴിഞ്ഞ് വിടാലോ. ഞാൻ മുൻകൂട്ടി മേടിച്ചതാ. ഒന്നും എന്റെ കണക്കൂട്ടൽ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ തുലുമ. ഇനി അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും കേട്ടാ. ഇനി അത് 2ഉം കൂടി ഉണ്ട്. തുലുമ, ദിസ് ഈസ് കൊറിയൻ കോസ്റ്റ്യൂം ഏതൊക്കെ? തുലുമ ടോക്ക് ചെയ്തോ അറിയാം. നല്ല രസമുണ്ട്. ഇത് കറക്റ്റാ. ഇത്തപ്പെട്ട് തല ഇത് ഇതിന്റെ കൂടെ കിട്ടിയാണോ? ഇതിന്റെ കൂടെ ഈ ഡ്രസ്സിന്റെ കൂടെ ആണോ? അത് കൊള്ളാം. അവക്കത് എടുത്ത് എങ്ങനെ കഴിക്കണം തോലുമ. അവക്കതെന്തോ ഫുഡൊന്നും പറഞ്ഞിരിക്കണം. തോലുമ ഇവിടെ അത് നല്ല രസമുണ്ട് ഗൈസ്. അത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ബർത്ത്ഡേ അടേ തോലുമയുടെ. ഹാപ്പി ബർത്ത്ഡേ തോലുമ. കൂടെ തോലുമ. ചുമ്മാ നിങ്ങൾ അഴുക്ക പാട്ട് പാടാതെ. ടൂലുമ ടോക്കിയ കണ്ടോണ്ടിരിക്കുക. ടോക്കിയുണ്ട് ഡ്രസ്. തുലുമടോക്ക് ആയിവാ. തുലുമ നല്ല രസം. തുലുമടോക്ക് തുലുമ ആയിവാ, നല്ല രസമുണ്ട് തുലുമ. അത് കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് അല്ലേ? ഇനി ഒരു മെറൂണും കൂടി ഉണ്ട്. മെറൂൺ തൂലുമയ്ക്ക് അടിപൊളിയായിട്ട് ചേരും. ഹായ് തുലു. അവള് നോക്കുമ്പോ കണ്ണാടിയിൽ അവളെ പോലത്തെ ആരോ. അവൾ ടോക്കിയോ നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ ഇത്. അയ്യോ അത് ചിരിക്കുന്നൊക്കെ അവള്. കൊള്ളാം, അടിപൊളി. എനിക്ക് ഇത് മറ്റേ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ ഗൈസ് കുറച്ച് വലുതാണ് കേട്ടോ. 1 മാസം കൂടി കഴിയുമ്പം ഇടാം. ഇഷ്ടപ്പെട്ട തുലുമ? നിനക്കോ? ഗൈസ് അങ്ങനെ ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മളല്ല, ഞാനും മേഘ കൊച്ചിനെ എല്ലാം കാണുന്നത്. ഇഷ്ടപ്പെട്ട മേഘു ഗിഫ്റ്റൊക്കെ? തുലുമയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കൺമിറർ അത്യാവശ്യം വരുന്ന കേട്ടോ അല്ലേ? അത്യാവശ്യം. ഗൈസ് അപ്പോൾ ഇനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് തുലുമയുടെ കാത് കുത്താൻ വേണ്ടി പോകണം. അപ്പോഴേ ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുള്ളൂ. കാരണം തലമുടിയൊക്കെ കെട്ടിയപ്പോൾ ഒരു ആൺകുട്ടിയെ കണക്കായി. ശരിക്കും നോക്ക്,
അപ്പോൾ ഇനി കാതുകുത്താൻ പോവാണ്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഇനി അടുത്ത് കാണും വരെ. അപ്പോൾ എല്ലാവരും ബൈ ഗൈസ്, ലവ് യു ഓൾ.